ഓഗസ്റ്റ് 15 രാവിലെ 8 മണിക്ക് എല്ലാ വാർഡിലെയും പ്രധാന കേന്ദ്രത്തിൽ ദേശീയ പതാക ഉചിതമായ രീതിയിൽ ഉയർത്തി. വാർഡ് അടിസ്ഥാനത്തിൽ ത്രിവർണ്ണ പ്രൈഡ് മാർച്ച് നടത്തി. വിവിധ സ്ഥലങ്ങളിൽ കുട്ടികളോ പൗര നേതാക്കളോ ആണ് പതാക ഉയർത്തിയിരുന്നത്. വൈകുന്നേരം 5 മണിയോടെ പതാക താഴ്ത്തണമെന്ന് എല്ലാ നേതാക്കൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാർഡ് ഇൻചാർജ്, വാർഡ് കൺവീനർ, വാർഡ് കോ കൺവീനർ എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ത്രിവർണ്ണ പതാക ഉയർത്തലാണ് ചടയമംഗലം പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വാർഡ് അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി മഞ്ചേഷ് കുമാറിനെ ക്ഷണിച്ചു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് വി എസ് ഉണ്ണികൃഷ്ണൻ അവർ, പഞ്ചായത്തിന്റെ ജനറൽ സെക്രട്ടറി മനോജ് അവർ, അതുപോലെ മണ്ഡലം സെക്രട്ടറി ജിത്ത്, സുരേഷ് കുമാർ അടക്കം വിജയൻ ചേട്ടൻ നമ്മുടെ മുൻ വിമുക്ത സൈനികനാണ്. അദ്ദേഹം അടക്കം എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടി ഭാരവാഹികളെ നേതാക്കന്മാർ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗ്രാമാന്തരങ്ങളിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ചടങ്ങുകൾ രാജ്യവ്യാപകമായിട്ട് നടത്തപ്പെടുകയാണ്. ഇതിനു മുമ്പ് ഇന്നലെ വിഭജനത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളെക്കുറിച്ചിട്ടുള്ള ചടങ്ങ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മൗനജാഥ ആചരിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൻ്റെ തലേന്ന് ഭാരതത്തെ വെട്ടിമുറിച്ചുകൊണ്ട് മതത്തിൻ്റെ പേരിൽ പാകിസ്ഥാൻ എന്നൊരു പുതിയൊരു രാജ്യം പിറവിയെടുക്കുകയും അന്ന് ആ രാജ്യം പിറവിയെടുക്കുന്നതനുബന്ധിച്ച് വന്നിട്ടുള്ള കലാപങ്ങളിൽ ലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെടുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ആ വിഭജനത്തിൻ്റെ ഓർമ്മകളെ ആചരിച്ചുള്ള അതിനെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എതിർത്തു. ചരിത്രം നമ്മുടെ തലമുറ പഠിക്കേണ്ടതാണ്. നമുക്കുണ്ടായ ദുരനുഭവങ്ങളും നമ്മുടെ തലമുറ പഠിക്കണം. കാരണം ഇനി അത്തരത്തിലുള്ള അനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ചരിത്രങ്ങളെക്കുറിച്ച് നമ്മുടെ തലമുറ പഠിക്കേണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും അത്തരത്തിലുള്ള ദുരന്തങ്ങളെ, അത്തരത്തിലുള്ള കഥകളെ, അത്തരത്തിലുള്ള ചരിത്രങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു മാറ്റം ഈ ഇവിടുത്തെ തലമുറയ്ക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ BJP സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ, പുതിയ തലമുറ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കുവാൻ, ധനവും ധനവും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ത്യജിക്കുവാൻ തയ്യാറായിട്ടുള്ള തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഏതായാലും ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച BJPയുടെ ചടയമംഗലം പഞ്ചായത്ത് കമ്മിറ്റി അഭിനന്ദിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പതാക ഉയർത്തുവാൻ വേണ്ടി നമ്മുടെ ഇഷ്ടപ്പെട്ടനായിട്ടുള്ള നമ്മുടെ വിജയൻ ചേട്ടനെ അദ്ദേഹം भारत माता के, भारत माता के, भारत माता के, वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, भारत माता की. विनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड़ उत्कल गंगा, विंध्य हिमालय यमुना गंगा उच्चल जलधि तरंगा, तब शुभ नामे गाहे, तब शुभ आशीष मांगे, मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय जय
माता की जय। ഈ രാഗി കൊണ്ട് കയറിയപ്പോൾ കയ്യിലെ കരുത്തുണ്ട് നമ്മുടെ ഇത് അവസാനം വരെ കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ गण अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा। जन गण मंगल दायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। ശ്രീ വിഷനിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക.